വെറൈറ്റി ദോശകളുമായി ചേലക്കരക്കാരുടെ മനം കവരാൻ ദോശാഡൈൻ പ്രവർത്തനം ആരംഭിച്ചു. പാരമ്പര്യ രുചിക്കൂട്ടുകളുമായി വിവിധ ദോശകൾക്ക് പുറമെ ഊത്തപ്പം, ഇഡ്ഡലി, ചപ്പാത്തി, പൊറോട്ട, റൈസ് തുടങ്ങിയ വിഭവങ്ങൾ ദോശാഡൈനിൽ ലഭ്യമാക്കുന്നു. കേരളത്തനിമയിൽ മനം മയക്കും തനി നാടൻ രുചി ഇനി ദോശാഡൈനിൽ നിന്നും. ചേലക്കരക്കാർക്ക് ഇനി മതിമറന്ന് കഴിക്കാം. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും. ദോശാഡൈൻ ചേലക്കര. ഫോൺ 7560904774. ആറങ്ങോട്ടുകര എഴുമങ്ങാട് സ്വദേശിയായ ഡോക്ടർ ബാലഗോപാലനുണ്ണിയുടെ എ വില്ലേജ് ബോയ് ടു എ ചീഫ് സയന്റിസ്റ്റ് ജേർണി ഓഫ് മൈ ലൈഫ് എന്ന ആത്മകഥ പ്രകാശനം ചെയ്തു. സിനിമാ സംവിധായകനും നടനുമായ MG ശശി പ്രകാശന കർമ്മം നിർവഹിച്ചു. എഴുമങ്ങാട് വിദ്യാഭൂഷണി വായനശാലയിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ പ്രസിഡന്റ് VP സുധീഷ് അധ്യക്ഷത വഹിച്ചു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T സുഹറ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെക്രട്ടറി KP ജനാർദ്ദനൻ, വൈസ് പ്രസിഡന്റ് മൊയ്തീൻകുട്ടി, ഡോക്ടർ ബാലഗോപാലനുണ്ണി, തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് നേതൃസമിതി കൺവീനർ K രവിപ്രസാദ്, KV സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. വായനശാല ഭാരവാഹികളായ V ഗിരീഷ്, ആറങ്ങോട്ടുകര മുഹമ്മദ്, ബിബിൻ ആറങ്ങോട്ടുകര, CM നാരായണൻ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കഴിഞ്ഞ ആഴ്ച കൃഷ്ണദാസ് പറഞ്ഞ പോലെ ആറങ്ങോട്ടുകളുടെ പ്രത്യേകത അതിനകത്തുണ്ട്. ഇവിടെ പല രീതിയിലുള്ള പല മേഖലകളിൽ സഞ്ചരിച്ച് സ്വന്തം മലയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പറയുന്നു. എനിക്ക് തോന്നുന്നത് ഏറ്റവും മികച്ച സ്വന്തം ജീവിതം രേഖപ്പെടുത്തിയ ഒരാളാണ് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ പലർക്കുമുള്ള പോലെ തന്നെ എനിക്ക് മുന്നേറ്റ പിൽക്കാലത്ത് വലിയ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കാലത്ത് ഞങ്ങൾ കണ്ടു തുടങ്ങിയ ശേഷം അദ്ദേഹം ശാസ്ത്രജ്ഞർക്ക് ഒരു വരണ്ട രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് മാത്രമല്ല, ഇപ്പം അദ്ദേഹം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൻ്റെ പരിപാടിക്ക് തന്നെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിട്ട് സാഹിത്യവും സിനിമയും ഒക്കെ ബന്ധപ്പെട്ട പരിപാടി നടത്തുകയും അതിൽ പങ്കെടുത്തിട്ട് ആ രീതിയിലുള്ള നമ്മുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ള സമ്മതിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കഥയിലെ അദ്ദേഹം ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നിയത് മിലിറ്ററി ഹോസ്പിറ്റൽ ജനിച്ചൊരു കുട്ടി, പട്ടാളത്തിൻ്റെ ഹോസ്പിറ്റലിൽ ജനിച്ച ഒരു കുട്ടി, അവിടെ പട്ടാളത്തിൻ്റെ ആ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സമയത്ത് 5 വയസ്സുള്ള സമയത്താണ് എൻ്റെ പറഞ്ഞത് അവിടെ ഗോതമ്പ് ആട്ട മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ 5 കിലോമീറ്റർ ആട്ട വാങ്ങിക്കൊണ്ടുവന്ന് ഭക്ഷണം പറഞ്ഞു അവിടെ വീട്ടിലേക്ക് സഹായിക്കാൻ വേണ്ടി പോകണം. പോകുമ്പോൾ അനുജൻ ഇദ്ദേഹം തൊഴിലിട്ടുന്ന ഈ സഞ്ചി താങ്ങി പിടിച്ച് സഹായിക്കാൻ അനുജൻ കൂടെയുണ്ട്. അപ്പോൾ അനുജൻ എൻ്റെ കയ്യിൽ പെട്ടെന്ന് വിട്ടുപോയി. ഈ സഞ്ചിയിൽ നിന്ന് ആട്ട മുഴുവൻ മണ്ണിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, നടക്കുന്ന വഴിയില്ല. വീട്ടത്തായപ്പോൾ ഈ ആട്ട ഇങ്ങനെ പുറകിൽ കിടക്കുന്ന ഒരു കാണുന്നുണ്ട്. അത് പേടിച്ചു പോയി, അമ്മ ചീത്ത പറയുന്നത്. അപ്പോൾ ആട്ടയും മണ്ണും കടന്ന കൂടിപ്പുഴഞ്ഞ സാധനം സഞ്ചി തിരിച്ചിട്ടു, ഇതൊക്കെ സഞ്ചിയിലിട്ടു. എന്നിട്ട് വീട്ടിൽ പോയി അമ്മയോട് പറഞ്ഞില്ല. അമ്മ അതുകൊണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി അച്ഛന് കൊടുത്തു. അപ്പോൾ അച്ഛനെ മനസ്സിലായി ഇത് എന്തോ പ്രശ്നമാണെന്ന് മനസ്സിലാക്കി. അച്ഛൻ്റെ എന്തെങ്ങനെ ചോദിച്ചു. അപ്പോൾ ആ ഇങ്ങനൊരു വഴക്കുണ്ടാകുന്ന സിറ്റുവേഷൻ അങ്ങനെ ആവരുത് എന്ന് വിചാരിച്ചു 5 വയസ്സുള്ള കുട്ടി അതിൽ ഇടപെടുന്നുണ്ട്. അത് ഞങ്ങളുടെ മിസ്റ്റേക്കാണ് എന്ന് പറയുന്നു. അച്ഛൻ വഴക്ക് പറയും, അന്ന് അരിച്ചു നോക്കി എനിക്കിട്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകും. പക്ഷേ അതിൽ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത് 5 വയസ്സിൽ അദ്ദേഹം കാണിച്ച സത്യസന്ധത, ആ സത്യസന്ധത അത് എൻ്റെ മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധമാണ് എന്ന് തുറന്നു പറയാനുള്ള ആ ഒരു ആഗ്രഹവും അല്ലെങ്കിൽ കാര്യങ്ങളെ ആ രീതിയിൽ തുറന്ന് മനസ്സോടെ നോക്കിക്കാനുള്ള ഒരു മനസ്സ് തന്നെയായിരിക്കും അദ്ദേഹത്തിനെ ലോകത്തിലും അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറ്റിയത് എന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഇടവഴികളിലൂടെ സ്കൂളിലൂടെ സഞ്ചരിക്കുകയും കളിക്കുകയും വീടുകളിലെത്തുകയും പിന്നീട് പലയിടത്ത് പഠിക്കുകയും ലോകത്തിലെ വലിയ സ്ഥലങ്ങളിൽ എത്തുകയും ചെയ്ത ആ മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ നല്ല സൂചനകളായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, ദേശമംഗലം.